രമേഷ്, ഹാപ്പി ഓണം. വലിയ ആഘോഷ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നു. അതിനിടയിൽ തന്നെ ക്ഷേത്രങ്ങളിലുള്ള ഭക്തജന തിരക്ക്, അതിന്റെ വിശേഷങ്ങൾ, കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് തൃക്കാക്കരയിലാണ്, വാമനമൂർത്തി ക്ഷേത്രത്തിലാണ്. അവിടെ നട തുറന്ന് ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ആളുകളാണിത്. എന്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന കാഴ്ചകളും വിവരങ്ങളും ഉമേഷ് ബാലകൃഷ്ണൻ? ഗുഡ് മോർണിംഗ്. തിരുവോണ ആശംസകൾ. എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. സാധാരണ തിരുവോണ നാളിലാണ് ഓണവില്ല് സമർപ്പണ ചടങ്ങ് നടക്കുന്നത്. ഈ ഓണവില്ല് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഐതിഹ്യവുമായും എല്ലാം ബന്ധപ്പെട്ടതാണ്. ഒപ്പം തിരുവനന്തപുരത്തുകാരും ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു പ്രശസ്തി എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ ഓണം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തുള്ളവരും ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുള്ളവരും ഇവിടേക്ക് എത്തുന്നു. ഇവിടേക്ക് എത്തി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി ഒരു ദർശനത്തിന് ശേഷമായിരിക്കും അവരുടെ ഓണപരിപാടികളെല്ലാം ആരംഭിക്കുക. ഇത് വർഷങ്ങളായുള്ള ഒരു തിരുവനന്തപുരത്തുകാർ തുടർന്നു വരുന്ന ഒരു രീതിയാണ്. തിരുവനന്തപുരത്ത് വിപുലമായ ഓണപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇന്ന് നമുക്കറിയാം, വർഷങ്ങളായി നമ്മൾ കേൾക്കാറുള്ളത് തിരുവനന്തപുരത്ത് ഓണാഘോഷത്തിന്റെ ഭാഗമായി ലൈറ്റ് കാണാൻ പോകാറുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതുപോലെ ഓണം വാരാഘോഷം അത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിപാടിയാണ്. 30 ഇടങ്ങളിലാണ് ഈ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ നടക്കുന്നത്. അത് എന്തായാലും ഈ തിരുവോണപ്പുലരി, ആ തിരുവോണപ്പുലരിയുടെ കാഴ്ചകൾ നമ്മളിങ്ങനെ പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങൾ ഏറ്റവും രസകരമായി തിരുവനന്തപുരത്ത് നിന്ന് ഒരു രാവിലെ അല്ലെങ്കിൽ തിരുവോണപ്പുലരി എല്ലാം കാണാൻ കഴിയുന്ന ഒരു സ്ഥലവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻഭാഗമാണ്. എന്തായാലും വലിയ ഭക്തജന തിരക്കുണ്ട് നിരനിരയായി. കാരണം ഇവിടുത്തെ നിയന്ത്രണങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന്, അകത്തേക്ക് കയറി റിപ്പോർട്ട് ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട്. അതുകൂടാതെ ഈ ഓണവില്ലിനൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഈ സീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ മുറജപ സീസൺ തുടങ്ങാൻ പോവുകയാണ്, മുറജീബൻ തുടങ്ങാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള വിളംബര എല്ലാം മോഹൻലാൽ ഇവിടെ നടത്തി. അതും ഈ ചിങ്ങം പുലർന്നതിന് ശേഷമാണ് ഈ മുറജപത്തിനുള്ള വിളംബരമെല്ലാം നടത്തിയത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഈ രീതിയിൽ പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവും എല്ലാം വലിയ രീതിയിൽ ഒരു ഓണത്തെ വരവേൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചില സ്ഥലങ്ങളിലെല്ലാം നേരിയ മഴയുമെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെല്ലാം വളരെ വലിയ നല്ല തെളിമയുള്ള കാലാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ചിങ്ങപ്പുലരിയിലെ ആ ഒരു രാവിലെയുള്ള നേർത്ത ആ ഒരു പുലരിയിൽ തുടങ്ങുന്ന ആ ഒരു സൂര്യപ്രകാശം, അതിനൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ടല്ലോ. എന്തായാലും ആ ഭംഗിയിലേക്ക്, ആ തിരുവോണപ്പുലരിയെ വരവേൽക്കാൻ വേണ്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു, മലയാളികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ആ കാഴ്ചകളിലേക്ക് നമ്മൾ കൂടുതലെത്താം. എന്തായാലും ഈ തിരുവനന്തപുരത്ത് ഇനി ഓണാഘോഷം തുടങ്ങാൻ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുന്നിൽ നിന്നാണെങ്കിൽ ഇന്ന് അവസാനിക്കാൻ പോകുന്നത് കനകക്കുന്നിലായിരിക്കും. കനകക്കുന്നിൽ വലിയ പരിപാടികളാണ്. കനകക്കുന്നിൽ മാത്രം 6 സ്റ്റേജുകളുണ്ട്. 6 സ്റ്റേജുകളിൽ വിവിധ തരം കലാപരിപാടികളുമായി ഇന്നത്തെ തിരുവോണം അവസാനിക്കും. എന്തായാലും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ രാവിലെ തന്നെ ആരംഭിക്കുന്നു. ക്രിസ്റ്റീന, പ്രജിൻ.